ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനെ പോയിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് പോലീസുകാർ സച്ചിയുടെ വീഡിയോ കണ്ടുകൊണ്ട് തെറ്റിദ്ധരിച്ചാണ് നമ്മുടെ സച്ചിയുടെ വണ്ടി പിടിച്ചു നിർത്തുക കേട്ടോ. അതിനുശേഷം സച്ചിയുടെ കയ്യിൽ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് മേടിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് സച്ചി കാര്യം എന്താണെന്ന് അറിയാതെ തന്നെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് താ സാറേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം പറയുകയാണ്, വെള്ളമടിച്ച് വണ്ടി ഓടിക്കുന്നത് നിനക്ക് എന്തിനാണ് ഡ്രൈവിംഗ് ലൈസൻസ് ചോദിക്കുന്നുണ്ട്. എന്താ സാർ എന്തി പറയുന്നത്, ഞാൻ വെള്ളമടിച്ചിട്ടുള്ള സാറ് വേണേൽ എന്നെ ചെക്ക് ചെയ്ത് നോക്കുക എന്നൊക്കെ സച്ചി പറയുന്നുണ്ടെങ്കിലും ചെക്ക് ചെയ്യേണ്ട കാര്യം എന്തിനാ, അതിനും വലിയ തെളിവല്ലേ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നതെന്നൊക്കെ പോലീസുകാരൻ പറയുന്ന സമയത്ത്, സാർ എനിക്കൊന്നും മനസ്സിലായില്ല, എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി മേടിച്ചു തന്ന വണ്ടിയാണിത്, ഈ ഒരു വണ്ടിയാണ് എൻ്റെ ജീവിതമാർഗം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊന്നും നീ പറഞ്ഞിട്ട് കാര്യമില്ല, ബാറിൽ കയറുമ്പോൾ നീ ഓർക്കണമായിരുന്നു എന്നൊക്കെ പോലീസുകാരൻ പറയുന്നുണ്ട്. പെട്ടെന്ന് സച്ചി പറയുകയാണ്, ആറ് ഞാൻ ഓട്ടം പോയതായിരുന്നു, കുറേ നേരമായിട്ട് അവരെ കാണാത്തത് കൊണ്ട് തന്നെ അന്വേഷിച്ച് അകത്തേക്ക് കയറി ചെന്നാണ്, അല്ലാതെ ഞാൻ കുടിച്ചിട്ടില്ല എന്നൊക്കെ സച്ചി പറയുന്നുണ്ടെങ്കിലും പോലീസുകാരൊന്നും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹം സച്ചിയുടെ വണ്ടിയും ഡ്രൈവിംഗ് ലൈസൻസായിട്ട് പോവാൻ കേട്ടോ. അവർ വണ്ടിയുമായി പോകുന്നതിന് മുന്നേ സച്ചി വളരെയധികം സങ്കടത്തോട് തന്നെ പറയുന്നുണ്ട്, ഇതെൻ്റെ ഭാര്യ മേടിച്ചെന്ന വണ്ടിയാണ്, ദേവദേവി സാർ കൊണ്ടുവരുന്ന ഈ വണ്ടി പോയി കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര സങ്കടവും, അവർക്ക് താങ്ങാനാവുകയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഇത് കുടിക്കുന്നതിന് മുന്നേ നീ ഓർക്കണമായിരുന്നു എന്ന് പോലീസുകാരൻ പറയുന്നുണ്ട്. അന്നേരം സച്ചി പറയാണ്ട, സാർ ഞാൻ വെള്ളം അടിച്ചിട്ടില്ല, എന്നെ ഒന്ന് വിശ്വസിക്കേ, സാർ എന്ത് തെളിവ് സാറിൻ്റെ കയ്യിൽ കിട്ടിയേക്കുന്നത് എനിക്കറിയില്ല, ആ തെളിവെല്ലാം തന്നെ തെറ്റാണ്, എന്നെ ഒന്ന് വിശ്വസിക്കുക എന്നൊക്കെ സച്ചി പറയുന്നുണ്ടെങ്കിലും പോലീസുകാരൻ പറയാണ്, മേലിൽ നിന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട്, നിന്റെ വണ്ടി പിടിച്ചെടുക്കണമെന്നും മാത്രമല്ല നിന്റെ ലൈസൻസ് കട്ടാക്കണമെന്നും അതേ രീതിയിൽ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ വെള്ളമടിച്ച് വണ്ടി ഓടിക്കുന്ന നിന്നെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്, എനിക്കൊരു കാര്യം വ്യക്തമായി, ആ ഇറങ്ങിയ വീഡിയോ നീ കണ്ടിട്ടില്ല എന്ന്, നീ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, നിന്റെ വണ്ടി ഞങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം സച്ചി ഡ്രൈവിംഗ് ലൈസൻസും വണ്ടിയായിട്ട് പോകുന്നതിന് മുന്നേ തന്നെ സച്ചി വണ്ടിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയും തൻ്റെ വണ്ടി കൊണ്ടുപോകരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസുകാരോട് അപേക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹം വണ്ടിയുമായിട്ട് പോവുകയാണ്. സച്ചിയാണെ ആകത്താകാവുന്ന അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും കേട്ടോ. ഇതേ സമയം തന്നെ രേവതി തിരികെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് എല്ലാവരും ഡൈനിങ് റൂമിൽ തന്നെ ഉണ്ടാവും. രേവതിയെ കാണുമ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് ദേഷ്യം അടക്കാനാവുന്നില്ല. വന്ന വഴിയെ തന്നെ രേവതിയെ തോന്നിയ പോലെയൊക്കെ തന്നെ ചന്ദ്ര വിളിച്ച് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ശ്രീകാന്തും വർഷയും പറയുകയാണ്, എന്തിനാണ് ആൻറ്റി രേവതി ചേച്ചിയുടെ വഴക്ക് പറയുന്നത്, സച്ചിയേട്ടൻ ചെയ്തതിന് സച്ചിയേട്ടൻ വരുമ്പോഴെല്ലാം ചോദിക്കേണ്ടതെന്നൊക്കെ വർഷ ചോദിക്കുന്ന സമയത്ത്, നിനക്കറിയാൻ പാടില്ല കേട്ടോ പക്ഷേ അവൻ എല്ലാത്തിനും കീ കൊടുത്തു വിടുന്ന ഇവളാണ്. നേരത്തെ കല്യാണത്തിന് മുന്നേ അവൻ മദ്യപിച്ച് വരുമെങ്കിൽ രാത്രി മദ്യപിച്ച് വന്നിട്ട് എവിടെയെങ്കിലും പോയി കിടക്കുമായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയാണ്, രാവിലെ മദ്യപിച്ചതിന് ശേഷം നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം തന്നെ ശല്യം ഉണ്ടാക്കുന്ന രീതിക്കല്ലേ അവൻ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നതിനൊക്കെ ചന്ദ്ര പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രുതിക്കൊക്കെ ഭയങ്കര സന്തോഷമാവാണ്. വേഗം തന്നെ ശ്രുതി രേവതിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ രേവതി നിനക്കൊന്നും പറയാനില്ലേ, എൻ്റെ ശ്രുതിയുടെ കാര്യം വന്ന സമയത്ത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടലെന്ന് പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞത്, തെറ്റ് കണ്ടാൽ ആരോടായാലും ചോദിക്കണം, ഇപ്പൊ സച്ചി തെറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമില്ല എന്നൊക്കെ ഇങ്ങനെ രേവതിനെ കളിയാക്കുന്ന രീതിയിൽ ശ്രുതി ചോദിക്കുന്ന സമയത്ത് രേവതി ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് ചന്ദ്ര പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് എന്താ പ്രശ്നം, അവൾ രാവിലെ തന്നെ പൂ കെട്ടാനായിട്ട് പൂവും കൊണ്ടിറങ്ങി പോവും, തൊട്ട് പിന്നാലെ ഭർത്താവ് പോവും, പിന്നെ വെള്ളം അടിച്ച് 4 കാലം വന്നാലെന്താ, ഇവരുടെ കാര്യങ്ങളെല്ലാം തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്, പിന്നെ ഇപ്പൊ അവൻ്റെ വഴിക്ക് വിട്ടാൽ പോരെ എന്നൊക്കെയാണ് ചന്ദ്ര പറയുന്നുണ്ട്. കൊടുത്ത് തന്നെ പറയുകയാണ്, അവനെ ഇതേ രീതിക്ക് വെള്ളമടിയനാക്കിയ നീയാണ്, മാത്രമല്ല വണ്ടിയുടെ പിന്നാലെയായിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ 500 പൂമാല കിട്ടിയ സച്ചിയുടെ ഭാര്യ രേവതി എന്ന്, ഇനിയിപ്പോൾ നിനക്ക് ആ പേര് മാറ്റാം, കുടിയൻ്റെ ഭാര്യ എന്നാക്കാമെന്നൊക്കെയാണ് ചന്ദ്ര പറയുന്ന സമയത്ത് അത്രയും നേരം ഉണ്ടായിരുന്ന രേവതി വേഗത്തിന് ദേഷ്യപ്പെടാണ്ട് രേവതി പറയുന്നുണ്ട്, ഞാൻ കുടിയൻ്റെ ഭാര്യയാണ്, നിങ്ങൾ കുടിയൻ്റെ അമ്മയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്രയ്ക്ക് ഒരു അടി കിട്ടിയ അവസ്ഥയാവുകയാണ്. ചന്ദ്ര വേഗം ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഈ പറഞ്ഞത്, ഞാൻ കുടിയൻ്റെ അമ്മയോ എന്ന് ചോദിക്കുന്ന സമയത്താണ്, ഞാൻ കുടിയൻ്റെ ഭാര്യയാണ്, നിങ്ങൾ കുടിയൻ്റെ അമ്മയാണ്, സച്ചിനെ ഇതേ രീതിയിലാക്കിയെടുത്ത് നിങ്ങളല്ലേ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആകെ 1 വർഷമേ ആകുന്നുള്ളൂ, അതിന് മുന്നേ നിങ്ങളുടെ കൂടെയല്ലായിരുന്നു സച്ചിയേട്ടൻ, അന്ന് നിങ്ങൾക്ക് പറഞ്ഞ് തിരിച്ച് അദ്ദേഹത്തിന് നേർവഴിക്ക് നടത്താമായിരുന്നു, എന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി വളം വെച്ച് കൊടുത്തില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്ത് പറയുമെന്നൊക്കെ രേവതി ചോദിക്കുന്ന സമയത്ത് ചന്ദ്രയ്ക്ക് ഒരു അക്ഷരം പോലും ഉണ്ടാകാകുന്നില്ല. അതിനുശേഷം രേവതി പറയുന്നുണ്ട്, നിങ്ങൾ കാരണമാണ് സച്ചിയേട്ടൻ ഈ രീതിക്കായി നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ചന്ദ്ര വേഗം തന്നെ പറയുന്നുണ്ട്, ഞാൻ വളർത്തിയ 2 മക്കൾ അവർ നല്ല രീതിയിലാണ് വളരുന്നത്, അല്ലാതെ അവനെ പോലെ കുടിയനായിട്ടല്ല, അവനെ വളർത്തിയത് ഇദ്ദേഹത്തിന്റെ അമ്മയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ആയി പോയതെന്ന് ചന്ദ്ര പറയുന്ന സമയത്ത് ദേവി പറയുന്നുണ്ട്, ചന്ദ്ര നിർത്തിക്കോ, നീ നിന്റെ പറഞ്ഞു എൻ്റെ അമ്മയെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് ചന്ദ്ര പറയണം, അല്ല പിന്നെ ദേവിയായിട്ട് ഇവള് പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ വളർത്തിയത് കൊണ്ടാണ് അവൻ അങ്ങനെയായി പോയതെന്ന്, തെറ്റെല്ലാം എൻ്റെ ഭാഗത്ത് എന്ന രീതിക്കാണ് ഇവൾ സംസാരിക്കുന്നതെന്നൊക്കെ ചന്ദ്ര പറയുന്ന സമയത്ത് നീ തന്നെയാണ് തെറ്റുകാരി, രേവതി പറഞ്ഞില്ല എന്താണ് തെറ്റ്, നീ നല്ല രീതിയിൽ തന്നെ അവനെ നോക്കിയതെങ്കിൽ ഒരു പക്ഷെ അവൻ ഇങ്ങനെ ആവുകയില്ല എന്നൊക്കെ രവിയും പറയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ചന്ദ്ര പറഞ്ഞു എല്ലാവരും കൂടി എന്നെ കുറ്റക്കാരിയാക്കിക്കോ എന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രുതി വേഗം പറയുന്നുണ്ട്, നീ എന്തിനാ രേവതി വെറുതെ ആൻറ്റിയെ കുറ്റപ്പെടുത്തുന്നത്, ആൻറ്റി കാരണമല്ല സച്ചി അങ്ങനെയായത്, അവൻ്റെ ഇഷ്ടത്തിന് വെള്ളം അടിച്ച് തോന്നിവാസം പറഞ്ഞു നടക്കുന്നത് നീ പഴി ചേർത്ത് എന്നൊക്കെ ശ്രുതി ചോദിക്കുന്ന സമയത്ത്
അവൾ അങ്ങനെയാണല്ലോ, അവളുടെ ഭർത്താവ് എന്ത് തെറ്റ് ചെയ്താലും അവൾ ന്യായീകരിച്ച് സംസാരിക്കുകയുള്ളൂ എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. അതിന് ശേഷവും ചന്ദ്ര രേവതിയെ സച്ചിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വർഷയുടെ അമ്മ വിളിക്കുന്നത് കേട്ടോ. വർഷയുടെ അമ്മ വിളിക്കുന്നത് കാണുമ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് പേടിയാവും. ചന്ദ്ര പറയുന്നത്, ഈശ്വര ഇത് വിവരം അറിഞ്ഞിട്ട് വിളിക്കുന്നത്, ഞാനിത് എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ വർഷയുടെ അമ്മയോട് സംസാരിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട്, ആൻറ്റി ഫോൺ എടുത്തു, എൻ്റെ അമ്മയല്ലേ വിളിക്കുന്നത്, അമ്മ വേറെ ഒന്നും പറയുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഫോൺ എടുത്ത ഉടനെ തന്നെ മഹിമ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചന്ദ്രൻ നിൻ്റെ വീട്ടിൽ മുന്നിലായിട്ട് ചാനലുകാരുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് എന്താ മഹിമ നീ അങ്ങനെ ചോദിച്ചതെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അല്ല നീ അറിഞ്ഞില്ലേ വൈറലായ വീഡിയോ, അന്ന് ചടങ്ങിന് വന്ന സമയത്ത് ഇവൻ കുടിക്കുന്നവനാണ് എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ മധുവേട്ടൻ അവൻ തല്ലിയിട്ട് പോയത്. ഇപ്പം എന്താ അവൻ കുടിക്കുകയല്ല ചെയ്ത്, എല്ലാവരും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും തന്നെ കണ്ടിരിക്കുകയാണ് ഈ ഒരു വീഡിയോ. മാത്രമല്ല അവന് മാത്രം കുറ്റം പറഞ്ഞതുപോലെ രേവതി അവളാണ് ഇവന് വളം വെച്ച് കൊടുക്കുന്നത്, അവൾ എന്ത് കാര്യത്തിനും അവന് സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിനെ സച്ചിയെ കുറ്റപ്പെടുത്തി വരുന്നതിന് മഹിമ സംസാരിക്കാൻ കേട്ടോ. ഒരക്ഷരം പോലും ചന്ദ്രയ്ക്ക് മിണ്ടാനും ആകുന്നില്ല. പെട്ടെന്ന് തന്നെ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് വർഷ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചതിന് ശേഷം പറയുന്നുണ്ട്, അമ്മ ഇത് പറയാനാണ് വിളിച്ചത്, എങ്കിൽ തന്നെ ഇവിടെ എല്ലാവരും വിഷമത്തിലായിരുന്നു, ഇത് പെരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെയായി, അമ്മ ഫോൺ വെച്ചിട്ട് പോയെന്നും പറഞ്ഞുകൊണ്ട് വർഷ ദേഷ്യപ്പെട്ടെന്ന് കോള് കട്ട് ചെയ്യുകയാണ്. ഈ ഒരു സമയത്തും ചന്ദ്ര എൻ്റെ മാനവും അഭിമാനവും എല്ലാം പോയെന്നും പറഞ്ഞിട്ട് പൊട്ടിക്കറിയാണ് കേട്ടോ. രേവതിയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ്. രവിക്കാണെങ്കിൽ ഒരു അക്ഷരം പോലും മിണ്ടാനും പറ്റുന്നില്ലേ. പിന്നീട് കാണിക്കുന്നത് വളരെയധികം സങ്കടത്തോടു കൂടി തന്നെ നിൽക്കുകയാണ് രേവതി. ആ ഒരു സമയത്ത് ശ്രീകാന്തും വർഷയും ഉണ്ടാവും. ഇരുവരും രേവതിയെ സമാധാനിപ്പിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ രേവതി പറയുന്നുണ്ട്, എന്തോ ഒരു സന്തോഷത്തോട് പോയിരുന്ന കുടുംബമായിരുന്നു ഇതിപ്പോൾ അദ്ദേഹം വെള്ളം വണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെയായി. വെള്ളം വണ്ടി നിർത്തിയ സമയത്ത് എനിക്ക് എന്തോ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അറിയാമോ ശ്രീകാന്ത്, ഇതിപ്പോൾ എല്ലാം വെറുതെ ആയിപ്പോയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഭയങ്കരമായിട്ടാണ് സങ്കടപ്പായിട്ട്. ആ സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചിയും വളരെയധികം സങ്കടത്തോടെ തന്നെയായിട്ട് വീട്ടിലേക്ക് വരുന്നത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ സച്ചി ചിന്തിക്കുകയാണ്, എൻ്റെ ആ ഒരു വീഡിയോ മിക്കവാറും വീട്ടിലെല്ലാവരും കണ്ടിട്ടുണ്ടാവും, പക്ഷേ എനിക്കൊരു ആശ്വാസമുണ്ട്, ആരൊക്കെ എന്നെ തള്ളിക്കളഞ്ഞാലും എൻ്റെ രേവതിയും അച്ഛനും എന്നെ തള്ളിക്കളയുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം ആശ്വാസത്തോട് കൂടിയിട്ടാണ് സച്ചി വീടിനകത്തേക്ക് കയറി ചെല്ലുന്നത്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.